ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1798. ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി, 337-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തു വചനങ്ങളിലൂടെ ഒരു യേശു ഓർമ്മയിലൂടെയാണ് ഡിസംബറിന്റെ ഈ പുലർകാല പ്രഭാതകിരണ യാത്ര. തെറ്റിപ്പോകുന്നത് അത്രയ്ക്ക് വലിയ തെറ്റാണ്. സ്വാഭാവികമാണെന്ന് പറഞ്ഞ് വല്ലാതെ ന്യായീകരിക്കുകയോ നീതീകരിക്കുകയോ അല്ല കേട്ടോ. തെറ്റിപ്പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ആപത്തുണ്ട്. തിരുത്താനാവാത്ത വിധം നമ്മൾ മാറിപ്പോകുന്നു. തിരുത്താനാവാത്ത വിധം ആരൊക്കെയോ ചേർന്ന് നമ്മളെ അവഹേളിക്കുന്നു, പരിഹസിക്കുന്നു, പരിക്കേൽപ്പിക്കുന്നു. ഒരു സാമൂഹ്യ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തില് അതിന്റെ 15-ലെ തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ എത്ര ഹൃദ്യമായ ഒരു യേശു ഓർമ്മപ്പെടുത്തലുണ്ട്. സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവനും തനിച്ചായിരിക്കുമ്പോൾ അവനെയെല്ലാം ഓർമ്മപ്പെടുത്തുക, അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, തിരുത്താനായിട്ട് അവന് അവസരമൊരുക്കുക. ആർക്കും അത് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ തെറ്റുകൾ കണ്ടെത്തുകയും വല്ലാതെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യാനായിട്ട് എന്തുമാത്രം ധൃതിയിലാണ്. അധ്യാപകൻ ക്ലാസ് മുറിയിൽ ഗുണനപ്പട്ടിക പഠിപ്പിക്കുകയാണ്. ഓരോ കുട്ടിയും എഴുന്നേറ്റ് നിന്ന് പട്ടിക പറഞ്ഞു കേൾപ്പിക്കണം. ഒരുവൻ എണീറ്റിട്ട് അവന് കിട്ടിയ 11-ാമത്തെ ഗുണനപ്പട്ടികയാണ്. ഒരു തെറ്റുമില്ലാതെ അവൻ പറഞ്ഞു. അധ്യാപകൻ വീണ്ടും അവനോട് 12-ന്റെ കൂടി പറയാൻ ആവശ്യപ്പെട്ടു. അതിനിടയിൽ എപ്പോഴൊക്കെയോ അവന് തെറ്റിക്കൊണ്ടിരുന്നു. മറ്റു കുട്ടികളെല്ലാം അവനെ കളിയാക്കാനും അവനെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അധ്യാപകൻ അവരോട് ചോദിച്ചു. മറ്റ് പട്ടികകളെല്ലാം ഇവൻ കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചു. അതിനിടയിൽ നിങ്ങൾ ആരും കൈയടിച്ചില്ല. അവന് ആവശ്യമായ പ്രോത്സാഹനമോ പിന്തുണയോ കൊടുത്തില്ല. പിന്നെന്തിനാണ് ഒരെണ്ണം തെറ്റിപ്പോയപ്പോൾ പരിഹസിക്കുന്നതും അവഹേളിക്കുന്നതുമൊക്കെ? മനുഷ്യനെന്ന നിലയിൽ നമ്മൾ എങ്ങനെയൊക്കെയോ സാംശീകരിച്ച് നമ്മുടെ സ്വഭാവത്തോടും ശരീരത്തോടുമൊക്കെ വല്ലാതെ ചേർത്ത് വെച്ച ഒരു വികലമായ വികൃതമായ രോഗമാണ് ഇത്. മനുഷ്യനെ ഇങ്ങനെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യാം. തിരുത്താനാവാത്ത വിധം തെറ്റിപ്പോയവരെ തകർത്ത് കളയുക. ക്രിസ്തുയേശു ഭാരപ്പെടുന്നുണ്ടാവും നമ്മൾ ഓരോരുത്തരുടെയും ഈ ജീവിതം കൊണ്ട്. ഈ നല്ല ഡിസംബറില് കുറേം കൂടി ഒരു യേശു ഓർമ്മയിലേക്ക്, ഒരു യേശു അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കെത്താം. ആമേൻ.